ഇന്ന് നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫുൾ ചിക്കൻ റെസിപ്പിയാണ് കേട്ടോ ചെയ്യുന്നത്. വീട്ടിൽ വിരുന്നുകാരൊക്കെ ഉണ്ടാകുന്ന സമയത്തൊക്കെ തീർച്ചയായിട്ടും ചെയ്തു വെക്കാൻ പറ്റുന്ന നല്ലൊരു ഈസി റെസിപ്പി കൂടെയാണ്. അതായത് ഓവനും ഗ്രില്ലും ഒന്നും ഇല്ലാതെ തന്നെ എല്ലാവർക്കും വീട്ടിൽ ചെയ്തു വെക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. ഇതെന്ന് പറയുമ്പോൾ ഒരു ഫുൾ ഗ്രിൽ ചിക്കൻ എന്നും പറയാൻ പറ്റില്ല, എന്നാൽ ഒരു ചിക്കൻ ഫ്രൈയും അല്ല, രണ്ടും കൂടെ വരുന്നൊരു മിക്സാണ് കേട്ടോ. അപ്പോൾ കണ്ടു നോക്കിയാലോ. അപ്പോൾ ആദ്യം ഇതിലേക്കായിട്ട് 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഒരു ഫുൾ ചിക്കൻ എടുത്തിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഇതുപോലെ കത്തി വെച്ചിട്ട് നന്നായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കുക. അത്യാവശ്യം നന്നായിട്ട് തന്നെ വരഞ്ഞു കൊടുക്കണം കേട്ടോ, എന്നാലാണ് ആ മസാലക്കുള്ളിലേക്ക് പിടിച്ചിട്ട് നല്ല ടേസ്റ്റായിട്ട് കിട്ടുള്ളൂ. ഇനി ഇതിലേക്കുള്ള മസാല ഒക്കെ റെഡിയാക്കി എടുക്കുക. അതിനായിട്ട് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്, അത്യാവശ്യം നിറച്ചെണ്ണ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം ഒന്ന് ചതച്ചെടുത്തതാണ്, പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുക. പിന്നെ ഒരു 5 പച്ചമുളക് ഇതുപോലെ ചെറുതായിട്ട് മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. എരിവ് കൂടുന്ന പ്രശ്നമൊന്നും ഉണ്ടാവില്ല കേട്ടോ, കാരണം ഫുൾ ചിക്കൻ അല്ല, അപ്പോൾ അതിലേക്ക് അത്യാവശ്യം ചെറിയൊരു എരിവേ ഉണ്ടാവുള്ളൂ. അതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, രണ്ടും കൂടി ചതച്ചെടുത്തത് അത്ര മതിയാകും, ഒരുപാട് വേണ്ട. 3/4 ടേബിൾ സ്പൂൺ കപ്സ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. കപ്സയുടെ മന്തിയുടെ ഏതായാലും കുഴപ്പമില്ല, നമ്മൾ അറബിക് സ്പൈസസിൽ വരുന്ന ഏത് മസാല ആയാലും മതി. പിന്നെ ഒരു 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്, നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ സാധാരണ ഗ്രിൽ ചിക്കൻ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ കൂടുതൽ മുളക് പൊടി മസാലപ്പൊടികളൊക്കെ ഉണ്ട്, ഇതിന് അത്രയ്ക്ക് വേണ്ട കേട്ടോ, ഇത്ര തന്നെ മതിയാകും. അതിൻ്റെ കൂടെ തന്നെ ഒരു 2 മാഗി ക്യൂബ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കാര്യം പറയുമ്പോൾ താല്പര്യമുള്ളവർ മാത്രം ചേർത്താൽ മതി കേട്ടോ, തീരെ ഉപയോഗിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒഴിവാക്കുക, കുഴപ്പമൊന്നുമില്ല. ഉണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ളൊരു ടേസ്റ്റ് കൂടെ കൂടുതൽ കിട്ടും, അപ്പോൾ സ്പെഷ്യൽ ഡേയ്സിലൊക്കെ വേണമെങ്കിൽ ചെയ്യാൻ മാത്രമേ ഉള്ളൂ. ഇനി ഒരു ക്യാപ്സിക്കം ചെറുതായിട്ട് മുറിച്ചെടുത്തത് ഇട്ട് കൊടുക്കുക. ഇതുപോലെ നല്ല പൊടിയായിട്ട് തന്നെ അരിയാണ് കേട്ടോ, വലുതാക്കി ഇടരുത്, എന്നാലേ നമ്മൾ എണ്ണയിൽ ആ ചിക്കൻ്റെ കൂടെ കറക്റ്റായിട്ട് ഇത് കിട്ടുള്ളൂ. അപ്പോൾ അത്യാവശ്യം വലിയ ഒരു ക്യാപ്സിക്കാണ് എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഉപ്പ് കൂടുതൽ വേണ്ട കേട്ടോ, എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ചിക്കൻ സ്റ്റോക്ക് മാഗി ക്യൂബിൽ പാകത്തിന് ഉപ്പ് ഉണ്ടാവും, അപ്പോൾ അത് മിക്സാക്കി നോക്കിയിട്ട് ഇല്ലെങ്കിൽ മാത്രം മതി, അല്ലെങ്കിൽ പെട്ടെന്ന് ഉപ്പ് കൂടിപ്പോകുന്ന പ്രശ്നം ഉണ്ടാവും, നോക്കിയിട്ട് എടുക്കുക. പിന്നെ കുറച്ച് മല്ലിയിലയും പുതിനയിലയും ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിലാണ് എടുത്തിട്ടുള്ളത്, ഒരുപാടൊന്നും വേണ്ട. 1.5 ടേബിൾ സ്പൂൺ മല്ലിയില ചെറുതായി മുറിച്ചതും അത്ര തന്നെ പുതിനയില ചെറുതായി മുറിച്ചതും കൂടെ ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ വിനാഗിരി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് പകരം ലെമൺ ജ്യൂസ് ആയാലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഇതിലേക്ക് 1 കപ്പ് സൺഫ്ലവർ ഓയിൽ കൂടെ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ കൂടുമോ എന്നുള്ള ടെൻഷൻ വേണ്ട കേട്ടോ, അത് കുറച്ച് ബാക്കി ഉണ്ടാവും എന്തായാലും. അത് കഴിഞ്ഞിട്ട് ഇത്രയും കാര്യങ്ങളെല്ലാം കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കണം. കൈ ഉപയോഗിച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സാക്കി ഞെരടി ഒന്ന് എടുക്കില്ല, ക്യാപ്സിക്കും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഒരു മിനിറ്റ് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുക, ഇതുപോലെ ആക്കിയെടുക്കുക. എന്നിട്ട് ഈ ചിക്കനിലേക്ക് മസാല നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചെടുക്കണേ. അപ്പോൾ ആ ഒരു കുറച്ച് ക്യാപ്സിക്കും കാര്യങ്ങളൊക്കെ ചിക്കൻ്റെ ഉൾഭാഗത്തേക്കൊക്കെ കുറച്ച് ഇട്ട് കൊടുക്കുക, കുഴപ്പമൊന്നുമില്ല, കറക്റ്റ് വെന്ത് സെറ്റായിട്ട് കിട്ടിക്കോളൂ. ഇതുപോലെ കത്തി വെച്ചിട്ട് എല്ലാ ഭാഗത്തും വരഞ്ഞെടുക്കേണ്ട കാര്യം മറന്നു പോകരുത്. അപ്പോൾ ഇതുപോലെ മുഴുവൻ മസാല ആക്കിയതിന് ശേഷം ഇതിലൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രം, ഫോട്ടോയിൽ ലുക്ക് കിട്ടാൻ വേണ്ടി മാത്രം ഇത്തിരി ഫുഡ് കളർ ചേർക്കുന്നുണ്ട് കേട്ടോ, ടേബിൾ. അപ്പോൾ വീട്ടിൽ ചെയ്യുമ്പോൾ ഒരു ആവശ്യമില്ല, അല്ലാതെ തന്നെ അത്യാവശ്യം കളർ കിട്ടിക്കോളും. ഞാനൊരു ഫോട്ടോ ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രം, അപ്പോൾ അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. അപ്പോൾ മിനിമം ഒരു 2 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇതേപോലെ ഇത് അടച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കുക. കൂടുതൽ സമയം ഉണ്ടെങ്കിൽ അത്രയും വെക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നാളെ രാവിലെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇന്ന് രാത്രി തന്നെ ഫ്രിഡ്ജിലേക്ക് മസാല ആക്കിയിട്ട് വെക്കാം, പുറത്തൊരിക്കലും വെക്കരുത്, ഒരു ഫ്രിഡ്ജിൽ തന്നെ വെക്കണേ, മറന്നു പോകരുത്. അപ്പോൾ ഇത് അടച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം. പിന്നെ ഒരു കാര്യം, ഇത് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് ഈ പാത്രം തന്നെ അടുപ്പിലേക്ക് വെച്ചിട്ടാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കട്ടിയില്ലാത്ത പാത്രം ആവരുത്, അലുമിനിയത്തിൻ്റെ ഒക്കെ കനം കുറഞ്ഞ പാത്രം ആവരുത് കേട്ടോ, ചുവട് കട്ടിയുള്ളൊരു പാത്രം തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണേ. ഇപ്പോൾ ഇതൊരു 2-3 മണിക്കൂർ ഫ്രിഡ്ജിലൊക്കെ ഇരുന്ന് നല്ല മസാലയൊക്കെ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെയാണ് ഉണ്ടാവുക. ഓയിലൊക്കെ കുറച്ച് നല്ലോണം തണുത്തിരിക്കുന്നുണ്ടാവും. ഇനിയിപ്പോൾ നമുക്കിത് വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇതിങ്ങനെ തന്നെ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുക, എന്നിട്ട് ഗ്യാസ് കത്തിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതൊരു ആദ്യത്തെ 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. ആ ഓയിലൊക്കെ തണുത്തിരിക്കല്ലേ, അത് നല്ലോണം ഒന്ന് ചൂടായിട്ട് വരട്ടെ. ഓയിലൊക്കെ ഇതുപോലെ നല്ലോണം ചൂടായി വന്ന് കഴിഞ്ഞാൽ തീ നന്നായിട്ടൊന്ന് കുറച്ച് വെക്കുക. എന്നിട്ട് അടച്ച് വെച്ചിട്ട് വേണം നമ്മളിത് വേവിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. തുറന്ന് വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ ചിക്കൻ പെട്ടെന്ന് വെന്ത് കിട്ടില്ല, ഒരു കളർ മാറും, പക്ഷെ ഉൾഭാഗം വെന്ത് കിട്ടാത്തൊരു പ്രശ്നം വരും, കാരണം കുറഞ്ഞ ഓയിലൊക്കെ അല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അടച്ച് വെച്ചിട്ട് ചെറിയ തീയിലിട്ടിട്ട് വേണം വേവിച്ചെടുക്കാൻ. തീ കൂട്ടി വെച്ച് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ക്യാപ്സിക്കോ മസാല കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകുകയും ചെയ്യും, കറക്റ്റായിട്ട് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അടച്ച് വെച്ചിട്ട് കുറച്ച് സമയം വേണം. അപ്പോൾ ആദ്യത്തെ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കുന്ന സമയത്ത് ഇങ്ങനെ ഉണ്ടാവുക. അപ്പോൾ ഇടയ്ക്കൊന്ന് നോക്കണം കേട്ടോ, ഒരു 10 മിനിറ്റ്
കഴിയുമ്പോൾ അടിയിൽ പിടിക്കുന്നുണ്ടോ എന്നുള്ളത്. നോൺ സ്റ്റിക്കിൻ്റെ നല്ല കട്ടിയുള്ള പാത്രമാണെങ്കിൽ അടിയിൽ പിടിക്കുന്ന പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഇതുപോലെ ഒരു 10-15 മിനിറ്റ് ആദ്യം ഇങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പോൾ തന്നെ ആ ഒരു ഭാഗം കുറച്ചൊക്കെ ഒന്ന് വെന്ത് വരാനൊക്കെ ആയിട്ട് തുടങ്ങിയിട്ടുണ്ടാവും. ഇനി നമുക്കിത് തിരിച്ചു മറിച്ചു ഇട്ടിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ മൊത്തത്തിൽ വെന്ത് വരാനുള്ള സമയം എന്തായാലും ഒരു 40 മിനിറ്റ് എന്തായാലും വേണ്ടി വരും. 40 to 45 മിനിറ്റ് ഇട്ടോ നോക്കുക. ഓരോ ചിക്കൻ്റെ വേവ് അനുസരിച്ചിട്ട് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കുക. എന്നിട്ട് അതുപോലെ തന്നെ തിരിച്ച് മറിച്ച് വിട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കുക. അപ്പോൾ ഇതുപോലെ ഇതിപ്പോൾ ഒരു 15 മിനിറ്റ് കഴിയുന്ന സമയത്ത് ഞാനൊന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. 2 തവി വെച്ചിട്ട് തിരിച്ചിട്ട് കൊടുക്കുക. ഒന്ന് ശ്രദ്ധിച്ചിട്ട് കൊടുത്താൽ മതി. അത്യാവശ്യം വേവാനായിട്ട് തുടങ്ങിയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഇതാ ഈ ഭാഗം അത്യാവശ്യമൊക്കെ ഒന്ന് വെന്ത് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് അതുപോലെ തന്നെ അടച്ചു വെച്ചിട്ട് ചെറിയ തീയിലിട്ടിട്ട് ഒരു 15 to 20 മിനിറ്റ് അങ്ങനെ വെച്ച് കൊടുക്കാം. അങ്ങനെ നോക്കിയിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. ഇതിപ്പോൾ കാണുന്ന സമയത്ത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതിപ്പോൾ നമ്മൾ മുൻപ് ചെയ്തിട്ടുള്ള സെയിം മന്തിയുടെ ചിക്കൻ തന്നെ അല്ലേ എന്നുള്ളത്. സംഭവം ഒന്ന് തന്നെയാണ് കേട്ടോ. പക്ഷേ ഇത് വലിയ ഒരു ചിക്കനെ എങ്ങനെ വേവിച്ചെടുക്കുക എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയെന്നുള്ളൂ. അപ്പോൾ സംഭവം സക്സസ് ആയതുകൊണ്ട് ഷെയർ ചെയ്തതാണ്. ടേസ്റ്റൊക്കെ ഏകദേശം അത് തന്നെ. പിന്നെന്ന് വെച്ചാൽ ഒരു പാത്രത്തിൽ വലിയൊരു ചിക്കൻ വേവിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതും നമുക്ക് സെയിം മന്തി റൈസ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ സെൻറ്ററിലേക്ക് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഒരു ഫുൾ മന്തി ആയിട്ട് വേണമെങ്കിലും എടുക്കാം. അല്ലെങ്കിൽ നമ്മൾ ലാസ്റ്റ് ഇപ്പോൾ ചെയ്യാൻ പോകുന്ന പോലെ തന്നെ കുബൂസിൻ്റെ കൂടെയൊക്കെ സെർവ് ചെയ്യാം. വേവിൻ്റെ കാര്യം ഞാൻ എടുത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ നാട്ടിലെ ചിക്കനൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ ഇത്തിരി മൂപ്പുള്ള ചിക്കനൊക്കെ ആകുമ്പോൾ വെന്ത് വരാൻ സമയം എടുക്കും. അപ്പോൾ അതുകൊണ്ടൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇടയ്ക്കൊന്ന് തുറന്നിട്ട് സൈഡിലൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണേ. മസാല അടിയിൽ പിടിക്കുന്നുണ്ടോ എന്ന് നോക്കിയാൽ മാത്രം മതി. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക ഒരു 15 മിനിറ്റ് കൂടെ ഒക്കെ കഴിയുന്ന സമയത്ത്. അപ്പോൾ ഇത് ഇപ്പോൾ അത്യാവശ്യമൊക്കെ ഒന്ന് വെന്തിട്ടുണ്ട്. എന്നാലും കുറച്ചുകൂടെ ഒക്കെ വേവാൻ ബാക്കിയുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ അങ്ങോട്ട് തന്നെ തിരിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കാരണം ആദ്യത്തെ ഭാഗം അത്യാവശ്യം വെന്തിട്ടുണ്ട്. ഇനി ബ്രസ്റ്റിൻ്റെ ഭാഗമാകുമ്പോൾ കുറച്ച് വേവാൻ സമയം എടുക്കുമല്ലോ. ഇടയ്ക്ക് കുറച്ച് ക്യാപ്സിക്കം മസാലയൊക്കെ ഇട്ട് ചിക്കൻ്റെ മേലേക്കൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. കറക്റ്റ് അതിൽ സെറ്റായിട്ട് കിട്ടിക്കോളും. അപ്പോൾ ഇതിൽ കാണുന്നത് മൊത്തം ഓയിലല്ല കേട്ടോ. ആ ചിക്കനിൽ നിന്നുള്ള വെള്ളവും കൂടെ ഇറങ്ങിയിട്ടാണ് ഇത് മൊത്തത്തിൽ വെന്ത് വരുന്നത്. അപ്പം ഈ ഒരു ചിക്കൻ്റെ ടേസ്റ്റ് എന്ന് പറയുമ്പോൾ ഫുള്ളായിട്ട് ഫ്രൈ ആയിട്ടുള്ളൊരു ചിക്കൻ്റെ ടേസ്റ്റും അല്ല, എന്നാൽ മൊത്തത്തിൽ വെന്തിരിക്കുന്ന ഒരു ടേസ്റ്റും അല്ല. രണ്ടും കൂടെ മിക്സ് ആയിട്ടുള്ളൊരു സൂപ്പർ ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇപ്പം ഏകദേശം ഒരു 40 മിനിറ്റ് കൊണ്ട് തന്നെ അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ ഓരോരുത്തരുടെ വേവിനനുസരിച്ചിട്ട് മാറ്റം വരുത്തിയാൽ മതി. അതായത് കുറച്ചുകൂടി നന്നായിട്ട് വേണമെന്നുണ്ടെങ്കിൽ സമയം കൊടുത്താൽ മതി. വേവാത്തൊരു പ്രശ്നം എന്തായാലും വരില്ല. ഒരിക്കലും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. എന്തായാലും സമയം കൂടുതൽ കൊടുത്താൽ പാകത്തിന് വെന്ത് കിട്ടിക്കോളും. എന്നിട്ട് ലാസ്റ്റ് ഗ്യാസ് ഓഫ് ചെയ്യുന്നതിന് 1 മിനിറ്റ് മുമ്പ് തീ നന്നായിട്ടൊന്ന് കൂട്ടി വെച്ചിട്ട് ഓഫാക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ആ ഓയിലൊക്കെ ഒന്നുകൂടി ചൂടായിട്ട് കറക്റ്റ് സെറ്റായിട്ട് കിട്ടിക്കോളും. ഇപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ചിക്കനൊക്കെ കറക്റ്റ് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്താൽ മാത്രം മതി. പിന്നെ ഒരു കാര്യം കൂടെ, ഇത് നല്ല ഒരു സ്മോക്കി ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ മുൻപൊക്കെ വീഡിയോയിൽ കാണിച്ച പോലെ ജസ്റ്റ് ചെറിയൊരു ചാർക്കോൾ പീസ് കത്തിച്ച് ഇതിൻ്റെ മേലേക്ക് വെച്ച് ഒരു 2 തുള്ളി ഓയിലൂടെ ഉറ്റിച്ചിട്ട് ഒന്ന് അടച്ച് വെച്ച് എടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഗ്രിൽ ചിക്കൻ്റെ ടേസ്റ്റ് കിട്ടും. അപ്പോൾ അത് മറന്നു പോകണ്ട. താല്പര്യമുള്ളവർക്ക് അത് തീർച്ചയായിട്ടും ചെയ്യാം. അപ്പോൾ നമുക്കിതിപ്പോൾ ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാം. ചിക്കൻ ഇങ്ങനെ മുറിച്ചെടുക്കുന്ന സമയത്ത് മനസ്സിലാവും ഉൾഭാഗത്തേക്കൊക്കെ നല്ല പാകത്തിന് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. നമ്മൾ പുറത്തുനിന്നൊക്കെ ഗ്രിൽ ചിക്കനൊക്കെ കഴിക്കുന്ന പോലെയൊക്കെ നല്ല ഉഷാറായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒരു ഫ്രൈ ആയിട്ടുള്ള ടേസ്റ്റും അല്ല, എന്നാൽ മൊത്തത്തിൽ വെന്തിട്ടുള്ള ടേസ്റ്റും അല്ല. അതായത് കുറച്ചൊരു ഫ്രൈ ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പി തന്നെയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെയ്തു നോക്കാം. അപ്പോൾ ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുബൂസ്, ഹമൂസ്, തൂമ് കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഇതൊക്കെ എങ്ങനെ ചെയ്യാമെന്നുള്ള റെസിപ്പി നമ്മൾ മുൻപ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെയ്തു നോക്കാം. സ്പെഷ്യൽ ഡേയ്സ് ഒക്കെ വരുന്ന സമയത്ത്, ഗസ്റ്റൊക്കെ വരുന്ന സമയത്തൊക്കെ ചെയ്ത് വെക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പി തന്നെയാണ് കേട്ടോ. പിന്നെ ആ ഒരു ചാർക്കോളിൻ്റെ കാര്യം താല്പര്യമുള്ളവർ മറന്നു പോകരുത്. അപ്പോൾ ചെയ്തു വെക്കുന്നുണ്ടെങ്കിൽ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇനി എന്തായാലും നല്ലൊരു റെസിപ്പി ആയിട്ട് പുതിയ വീഡിയോയിൽ കാണാം. താങ്ക്